ഒഫീഷ്യൽ പ്രോഗ്രാമായിട്ട് തോന്നുന്നില്ല, ബിക്കോസ് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. അതും ഒരുപാട് പേരെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഫ്രം വിനയൻ സർ, ജസ്മിൻ ചേച്ചി, പിന്നെ ബാബുക്ക, പപ്പേട്ടൻ, നസീറൻ, ആര്യ, പിന്നെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട്. സജിത ചേച്ചി, അങ്ങനെ കുറേ പേരെ കാണാൻ സാധിച്ചില്ല. ഈവൻ മോഹൻചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പ്രസീൽ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 1 month ഒരു US ഷോയ്ക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ പ്രസീൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നല്ല ഫണ്ണായിരുന്നെങ്കിലും എന്നേക്കാൾ കൂടുതൽ പ്രസീൽ ചേച്ചി ഒരു കോൺസ്റ്റൻ്റ്ലി ടച്ച് വെച്ചിരുന്നത് അമ്മയായിട്ടാണ്. സോ അമ്മയായിട്ട് പ്രസേജി മിക്ക സമയത്തും വിളിക്കും, അവർ സംസാരിക്കും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിരിക്കുമ്പോൾ പ്രസേജ് ചേച്ചി അമ്മയുടെ അടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനൊരു വെഞ്ചർ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ കയറാൻ പോവാണ് പറഞ്ഞിട്ട്. സോ ഹാപ്പി ഫോർ യു പ്രസേജ് ചേച്ചി. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ മൂവീസ് കാണുമ്പോൾ അറിയാം, ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ടേഴ്സ് വളരെ കുറവാണ്. സോ പ്രസേജ് ചേച്ചി ഇസ് എക്സ്ട്രീംലി ടാലൻറ്റഡ്. കരിയറിലാണെങ്കിലും ഈ പുതിയൊരു വെഞ്ചറിലാണെങ്കിലും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരു വലിയ സക്സസ് ആവട്ടെ, നല്ല കുറേ മൂവീസ് ചെയ്യട്ടെ. നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല മൂവീസാണ് അവരുടെ ഇൻറ്റൻഷൻ. സോ അത് നടക്കട്ടെ, നല്ല മൂവീസ് ചെയ്യട്ടെ, ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ. RGM വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുക. ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു സോ മച്ച്. എന്ന് വിളിക്കാനുള്ളതില്ല, ലാത്ത ചിറ്റ അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ ഒരാളെ അമ്മായി എന്ന് വിളിച്ചിട്ടു. ഇന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നോട് സ്നേഹത്തോടെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, അമ്മായിക്ക് സുഖമല്ലേ, ഭർത്താവിന് സുഖമല്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ചോദിക്കുന്നത് പ്രസീത ചേച്ചീനെയും രമേശ് ചേട്ടനെയൊക്കെ തന്നെയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ചേച്ചിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എന്നെയും ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും എനിക്ക് സ്ക്രിപ്റ്റഡ് കോമഡി മാത്രമേ ചെയ്യാൻ അറിയൂ, അതിലുപരി ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ അതിനേക്കാളും ഒക്കെ മേലെയാണ് ചേച്ചി ചെയ്യുന്നത്. ലൈക്ക് അത്രയും വർഷം മുന്നേ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അതുപോലെ പിന്നെ കോമഡി ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, അത് ഇത്രയും കൊല്ലം സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസീജ് ചേച്ചി ആണെങ്കിലും രസ്മിതയാണെങ്കിലും സുബി ചേച്ചി ആണെങ്കിലും ഒക്കെ എൻ്റെ സൂപ്പർ സീനിയേഴ്സാണ്. നിങ്ങളെ കണ്ടിട്ടാണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എങ്ങും എത്തിയിട്ടില്ല. അതൊരു പാലിട്ട് എന്ന ഡയാനി ചേച്ചി ഇവിടെ. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി പ്ലേസ് ടുഡേ, ഹാപ്പി മൊമെൻറ്റ്. പിന്നെ RGM വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരു വലിയ കോയിൻസിഡൻസ് ഞാൻ പറയാം, ഞാനും ഒരു സംരംഭകയാണ്, എനിക്കും ഒരു ബിസിനസ്സുണ്ട്. ഭയങ്കര ഒരു കോയിൻസിഡൻസ്. ഞാൻ എൻ്റെ കൊച്ചിയിലെ സ്റ്റോറ് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ വർഷം February 18-നാണ്. Today is my venture's first anniversary. So I'm very happy to be sharing this day with you. ചേച്ചി പറഞ്ഞു അപ്പം അർണവിന് ജനിപ്പിച്ച അതേ ഫീലിംഗ് ആണ്, സെയിം ആണ് എനിക്കും. ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ പ്ലസ് എൻ്റെ കാഞ്ചീവരത്തിൻ്റെയും ബർത്ത്ഡേ ആണ്. സോ ഐ എം വെരി ഹാപ്പി വി ആർ ഷെയറിങ് ദിസ് ടുഗദർ. ചേച്ചി February 18 ഭയങ്കര നല്ല ദിവസമാട്ടോ. അതുകൊണ്ട് RGM വെഞ്ചേഴ്സ് അതുപോലെ അടിപൊളിയായിട്ട് വളർന്ന് വലിയൊരു പ്രസ്ഥാനമാവട്ടെ. I just want to wish all the luck and love to you, to the whole team, and thank you so much for having me. പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടില്ല ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ളത് പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ്. എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യമൊക്കെ ഒത്തു വന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച് ബാബുവിനെയാണ്. ബാബുയുടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും കാര്യമുണ്ട്, എനിക്ക് ബാബു വരണം. ഫസ്റ്റ് പ്രൊസീജി ഗോ ഹെഡ്, ഞാൻ വന്നേക്കാം, നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വിനയൻ സാറിനെ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്താണ്, അത് എൻ്റെ പ്രസവമായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വിനയൻ സാർ വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഇപ്പം പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നിൽക്കും. അപ്പോൾ നീ പറഞ്ഞു അത് പറ്റില്ല പ്രസീത, ഡോ അത് എനിക്കൊന്നും പറ്റില്ല. പ്രസീതയുടെ പ്രസവം എപ്പോഴാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു October 17 ഡേറ്റ്. ആണോ? ഓക്കെ, അത് പ്രശ്നമില്ല.
എന്നൊരു കാര്യം ചെയ്യും, 56 കഴിഞ്ഞാൽ എൻ്റെ പടം ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ്, വിച്ച് വാസ് എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. സീരിയസ്ലി താങ്ക് യു വിനീൻ സർ ഫോർ ബീയിങ് ഹിയർ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ്. സീരിയസ്ലി ഡയാനയുടെ സിനിമ തൊട്ട് ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തൊട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഈവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റെല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ ജേർണി. ഐ തിങ്ക് മോർ ദാൻ 45+ ഫിലിംസ് ഐ ഹവ് ഡൺ. ആൻഡ് നൗ ഈസ് ദ മൊമെൻറ്റ് ദറ്റ് വി ആർ എൻട്രിങ് ഇൻ ടു ദിസ് ന്യൂ വെഞ്ചർ, RGM വെഞ്ചേഴ്സ്. ഇപ്പം എൻ്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ RGM വെഞ്ചേഴ്സിനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു, ഇതങ്ങനെയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ എനിക്ക് എല്ലാമായിട്ട് എൻ്റെ ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ പിന്നെ എനിക്കെന്ത് പേടി, അതാണ് എനിക്ക് ഇൻഡസ്ട്രി തന്നിട്ടുള്ള സ്നേഹവും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം, അതാണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേണി, RGM വെഞ്ചേഴ്സിൻ്റെ ഈ ജേണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും നമുക്ക് ഒരുമിച്ച് ഇനി എന്താ പറയുക, ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേണി, എൻ്റെയും ജേണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രസംഗം ചുരുക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഐ ആം സോ താങ്ക്ഫുൾ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പാരൻസ്. എൻ്റെ അച്ഛൻ, അമ്മ, മൂന്നിരുന്ന് അവരിതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, നമ്മൾ പറയും പുനർപ്പിറവി എന്നൊക്കെ പറയുന്ന പോലെ. എന്തായാലും താങ്ക്സ് എ ലോട്ട്. എല്ലാവരും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്യുക. അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവുക. അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതേപോലുള്ള ഫംഗ്ഷനൊക്കെ വന്നാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പറ്റും. പലരെയും എന്താ പറയുക, പലപ്പോഴായിട്ട് കാണാൻ സാധിക്കാറില്ല പലരെയും. അപ്പോൾ അതിന് തന്നെ എത്ര നാളുകൂടിയാണ് കാണുന്നല്ലേ, എത്ര നാളുകൂടിയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടാവും. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കണ്ട നാൾ മുതൽ, പരിചയപ്പെട്ട നാൾ മുതൽ എന്നും സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു തമാശ ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളല്ല പ്രസിദ്ധ. അതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമകളുടെ പത്രം എന്ന് പറയുന്ന സിനിമയിൽ അനിഫക്കയുടെ മോളായിട്ട് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഒരുപാട് സന്തോഷം. പ്രസിദ്ധയുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേരുകയാണ്. പിന്നെ സാറ് തുടക്കത്തിൽ എനിക്ക് ഒരുപാട് സിനിമകൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് ഞാൻ വരുന്ന കാലത്ത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്താണ് പറയുക, സീരിയസ് അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിലേക്ക് ഒരു ഭാവി പ്രതീക്ഷയാണെന്ന്. വില്ലൻ മാത്രമാക്കണ്ട, തമാശയും ഞാൻ ചെയ്യും. ഓക്കെ, താങ്ക് യു. അത് നേരിട്ട് പരിചയമുള്ള ഒരു സിനിമാക്കാരി എന്ന് പറഞ്ഞത് രമ്യ നമ്പീഷനാണ്. അപ്പോൾ ഞാനും രമ്യ ഒരേ നാട്ടുകാരിയാണ്. പലപ്പോഴും രമ്യയുടെ വീട്ടിൽ ഞാൻ എപ്പോഴും കയറി വരും. അങ്ങനെ ഒരിക്കൽ ഞാൻ കയറി വരുമ്പോൾ വാതിൽ തുറന്നത് ഭാവനയായിരുന്നു. ഭാവന ഓർക്കുന്ന എനിക്കറിയില്ല. നാടോടിക്കാരനകത്ത് ശ്രീനി സാർ വന്നിട്ട് സീമ ചേച്ചിയെ നോക്കുന്നതുകൊണ്ട് ഞാനൊരു നിൽപ്പ് നിന്നു. അപ്പം അന്ന് അങ്ങനെയാണ് നടന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 14 വർഷത്തിന് ശേഷം ഭാവന വരുന്നൊരു ചടങ്ങിൽ ഗസ്റ്റായിട്ട് എനിക്കും വന്നിരിക്കാൻ പറ്റിയത് വലിയ സന്തോഷം. ഹാപ്പി ടു സീ യു ബാക്ക്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മാളികപ്പത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ നാളെ തുടങ്ങുകയാണ്. മറ്റാരുമല്ല, വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണുവാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് നിൽക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഡയറക്ടേഴ്സിൽ ഒരാളാണ് വിനയൻ സാറ്. പപ്പയോട് ആഗ്രഹിച്ചത് ഞാൻ ചെയ്യുകയും ചെയ്തു 10ാം വളവ്. ഇപ്പം വിനയൻ സാറിനോട് പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർക്കാണ്ട് ഞാൻ മകൻ്റെ കൂടി ഇപ്പോൾ ആദ്യം ചെയ്യുന്നു, അടുത്തത് പപ്പയുടെ കൂടെ ചെയ്യും. അത് നിർമ്മിക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ ചേച്ചിക്ക് തരാം താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വെഞ്ചറിനൊരു വലിയ ആശംസ നേരുന്നു. അപ്പോൾ വലിയ വിജയമാവട്ടെ. എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞോട് ചേച്ചിയെ തിരക്കണം. കാരണം ബഡായി ബംഗ്ലാവിൻ്റെ ഒരു വലിയൊരു ഫാനാണ് എൻ്റെ അമ്മ. താങ്ക് യു. നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. സിനിമയിലൂടെയല്ല എനിക്ക് പ്രസിദ്ധിയെ പരിചയം. അതിൻ്റെ എത്രയോ മുന്നേ തന്നെ, ഞാൻ സിനിമയിലേക്കൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ പരിചയമുള്ളതാണ്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയണം തോന്നുന്നുണ്ട് ഈ സമയത്ത്.
മലയാളം ഇൻഡസ്ട്രിയിൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, ഞാൻ എൻ്റെ പഠനം അതിൻ്റെ മുകളിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ 2008 ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അയ്യോ പ്രൊഡക്ഷൻ ആയിരിക്കുക വർക്ക് ചെയ്തില്ല നമ്മൾ പണിയെടുക്കുന്ന സമയത്ത്. അപ്പം നോക്കുന്ന സമയത്ത് വിജയ് നിർമ്മലയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അവരുടെ കവിത എന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ഹസ്ബൻഡും കൂടിയാണ്. അപ്പോൾ അവരുടെ പേരിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ എണ്ണമില്ല, 3-4 സ്ത്രീകളെ 2008 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ പാനലിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളിങ്ങനെ സങ്കടമാണെങ്കിലോ എഡിറ്ററായിട്ട് സ്ത്രീകളില്ലല്ലോ, അല്ലെങ്കിൽ ഇതായിട്ട് സ്ത്രീകളില്ലല്ലോ, ഹിസ്റ്ററിയിൽ ഇല്ല, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളീയത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വുമൻസ് ഹിസ്റ്ററീനെ മൊത്തത്തിലുള്ള ഹിസ്റ്ററീനെ ബേസ് ചെയ്ത സമയത്ത് അതിലൊരു കാറ്റഗറി സിനിമയുമാണ്. അപ്പം ആക്ടേഴ്സൊക്കെ നമുക്കറിയാം കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം പേര് വന്നു. പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയ സമയത്ത് ഞാൻ നമ്മൾ രഞ്ജിത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നോക്കി എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് തരൂ, എനിക്ക് അവരുടെയൊക്കെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പേരുകളും ലിസ്റ്റൊക്കെ തരൂ. ഞാൻ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു 5-6 പേരൊക്കെ ഉണ്ടാവും എന്നുള്ള, കാരണം നമുക്ക് പരിചിതമായില്ല. പക്ഷെ വലിയ ലിസ്റ്റാണ്, ഒരു 19ഓളം പേരുടെ ലിസ്റ്റ്, പുതിയ കാലത്തെ സ്ത്രീകളുടെ ലിസ്റ്റ് തന്നു. അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് വളരെ സജീവമായി സോഫിയനെ പോലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വളരെ സജീവമായിട്ട്, അല്ലെങ്കിൽ സാന്ദ്രയെ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്, നെയിം സേക്കിന് പേര് വെക്കുന്ന പ്രൊഡ്യൂസേഴ്സുമുണ്ട്. പക്ഷെ പ്രസീത സിനിമയുമായി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ്റെ ഒരു RGM വെഞ്ചേഴ്സുമായി വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം സിനിമാ രംഗത്ത് സിനിമയെ അറിയുന്ന, സിനിമയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള, സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനുമായി വരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി ഭയങ്കര മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പം ഗംഭീരമാവട്ടെ പ്രസീത, ഞങ്ങളെല്ലാവരും കൂടിയുണ്ട്, പ്രസീതയുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് പ്രസീത എന്നെ വിളിച്ചപ്പോൾ. ഓർത്ത് വിളിച്ചല്ലോ അവൾ എന്നെ. കാരണം മിമിക്രി രംഗത്ത് ആദ്യകാലത്ത് ദിലീപേട്ടൻ നാദിഷ കാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് സ്കിറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 3-ാം മുറ എന്ന് പറയുന്നൊരു സിനിമ വരികയാണ്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴിതാ വരുന്നു മിമിക്രി, മോഹൻലാലിനെയും മമ്മൂട്ടിക്കാരിലേക്ക് അനുകരിച്ചുകൊണ്ടൊരാൾ. അതാണ് നമ്മുടെ പ്രസീത. ഏത് ഫംഗ്ഷൻ, ഏത് സിനിമ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പ്രസീതയുടെ മിമിക്രി ഉണ്ടാവും. അപ്പോൾ മിമിക്രിക്കാരെന്ന് പറയാൻ പ്രസീതയാണുള്ളത്. ഞാനൊരു മിമിക്രിക്കാരി അല്ലായിരുന്നു, ഞാൻ ഈ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ട് അല്ലെങ്കിലും നമുക്ക് തോന്നിപ്പോകുന്നത് ലാലേട്ടനാണെന്ന്. അതുപോലെയായിരുന്നു പ്രസീത ചെയ്തത്. അങ്ങനെ രണ്ടാമത് വന്ന ഒരാളാണ് പ്രസീത. അപ്പോൾ ആ പ്രസീത അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അടുത്ത് തെസ്നി ചേച്ചി എന്ന് പറഞ്ഞാൽ തെസ്നികാനെന്ന് വിളിക്കും, ചിലപ്പോൾ തെസ്നി എന്ന് വിളിക്കും, തെസ്നി ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു പ്രസീതയ്ക്ക് ഒരു കാര്യം, ഒരു RGM വെൻഡേഴ്സിൻ്റെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഇവൻ്റാണ് ചേച്ചി, നല്ലതാണ്, ചേച്ചി വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ വെച്ച് നോക്കുമ്പം സിനിമയിൽ വന്നവർ പലവരും നമ്മളെ ഓർക്കാറില്ല, ഓർക്കാൻ സമയമില്ല, തിരക്കാണ്. പക്ഷെ പ്രസീത അങ്ങനെയല്ല. പ്രസീത അങ്ങോട്ട് ഇന്ന് വരെ ഒരേപോലെ നമ്മളോട് കാണിക്കാന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു പ്രസീതയുടെ ഈ ഒരു സംരംഭം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ സംരക്ഷണോട് പറയാണ്. കട്ടയ്ക്ക് എന്ത് കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും ഈ അവസരത്തിൽ പറയാണ്. എന്താണെങ്കിലും ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. പ്രസീത ചേച്ചി ഞങ്ങൾ പരിചയപ്പെട്ട കാര്യം വേണ്ടി അന്നും ഇന്നും ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ച് കുശുമ്പുമില്ലായ്മയൊക്കെ പറയാറുണ്ട്. പക്ഷേ ചേച്ചി അന്നും ഇന്നും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പിന്നെ വെച്ചാൽ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഇത് തുടങ്ങുകയാണ്, ഉറപ്പായിട്ടും വരണം. എൻ്റെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഏഷ്യാനെറ്റിൽ കുറച്ച് ആൾക്കാർ ഓക്കെ, ഡയന ചേച്ചി ഉറപ്പായിട്ടും ഫസ്റ്റ് പ്ലേസ് ഡയന ചേച്ചിക്കാണെന്നറിയാം. പിന്നെ ഞാനിങ്ങനെ ആചാര്യ ഉണ്ടാവും, വിഷു അങ്ങനെ. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി ആർട്ടിസ്റ്റാണ്, പക്ഷെ ചേച്ചി അഡ്വക്കേറ്റാണ്. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ബുദ്ധി കാണിച്ചു എന്ന് ഇപ്പോൾ മനസ്സിലായി ചേച്ചി. ഇപ്പം എനിക്ക് മനസ്സിലായി. കാര്യം സൂപ്പർ ഹിറ്റ് പടങ്ങളെടുത്ത് 2 ഡയറക്ടേഴ്സുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, വില്ലൻ കം കോമഡി ചെയ്യാൻ നസീറൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കോമഡിക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, തെസ്നേജി ഉണ്ട്, ആര്യയുണ്ട്, ഞാനുണ്ട്.
ഹീറോയിനായിട്ട് ഭാവനയുണ്ട്, ഇനി ബാക്കി കുറച്ച് ആൾക്കാരെ മാത്രം പുറത്തുനിന്ന് വിളിച്ചാൽ മതി എന്നുള്ളത് മനസ്സിലായി. ആ വക്കീൽ ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളത് മനസ്സിലായി. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ചേച്ചിക്ക് ഉണ്ടാവട്ടെ. പിന്നെ ഡയന ചേച്ചി പറഞ്ഞതുപോലെ, ഡയന ചേച്ചിയുടെ ലക്കി ഗേൾ ആണ് എന്ന് പറഞ്ഞതുപോലെ ആർജെമ്മിൻ്റെയും ലക്കി ഗേൾ ആണ്. ഒരുപാട് നല്ല പ്രോജക്ട്സും ഞങ്ങളെ എല്ലാവരെയും അതിൽ വിളിക്കണം. പിന്നെ ബാദുക്കേനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനില്ല. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു മതിലിൻ്റെ അപ്പുറം താമസിച്ച ആൾക്കാരാണ്. അന്ന് എന്നെ വർക്കിന് വിളിക്കാറില്ല, ഇന്നും എന്നെ വർക്കിന് വിളിക്കാറില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അയൽവാസികളായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു, ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. പിന്നെ പപ്പേൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റി. 2 മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. എന്നെ കമ്പനി ആർട്ടിസ്റ്റായിട്ട് ദത്തെടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആദ്യമായിട്ടും ഒരു ഡയറക്ടറിനെ വിളിച്ച് ചാൻസ് വെച്ചത് വിനയൻ സാറിനെയാണ്. സാറിന് ഓർമ്മയുണ്ടോ അറിയില്ല, ഒരു 2 മാസം മുമ്പ്. പിന്നെ ഭാവന പണ്ട് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഞങ്ങളായിരുന്നു ഡാൻസിന് വിളിച്ചിരുന്നത്. അപ്പം അന്ന് പോലെയുള്ള റിലേഷനുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്, അതിൻ്റെ ഒരു സന്തോഷം. അപ്പം ഇനി പുറത്തുനിന്ന് ക്യാമറ അങ്ങനെ കുറച്ച് ആൾക്കാരെ, ഹീറോ അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി. ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഇത്ര ആൾക്കാർ കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഇന്നലെയാണ് പ്രസീത വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബാദുക്ക നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞു. പ്രസീത വിളിച്ചുകൊണ്ട് ഒരിക്കലും വരാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എല്ലാത്തിലും ഉപരി ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെ തന്നെ, ഇപ്പോൾ വിനയൻ സാറാണെങ്കിലും ഭാവനയാണെങ്കിലും നസീറിക്ക, പപ്പേട്ടൻ, എല്ലാവരും ഇതിനകത്തോട്ട് തിരഞ്ഞെടുത്ത് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും ചിരിപ്പിച്ച പ്രസീത സീരിയസ് ആയിട്ടൊരു കാര്യമായിട്ട് ഇറങ്ങിയാണ് മലയാള സിനിമയിലോട്ട് പ്രൊഡക്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങുന്നതാണ്. ഞങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് ഇറങ്ങി ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഏതായാലും പ്രസീതയുടെ ഈ ആർജെം വെഞ്ചറിനെ മലയാള സിനിമയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും.